ഹലോ, പവിത്രത്തിൻ്റെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേദ ഹോസ്പിറ്റലിൽ, ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് കൂട്ടായിട്ട് ശ്വേത എന്ന് പറയുന്നൊരു കൂട്ടുകാരിയുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ രാധിക, അവിടുത്തെ ACPയുടെ ഭാര്യ, അവരും ആ ഒരു പ്രസവ സമയത്ത് അവിടത്തേക്ക് തന്നെ ആ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ അമ്മ സേതുലക്ഷ്മി, അവരാണ് കാര്യങ്ങളെല്ലാം വേദയ്ക്ക് കൂടുതലായിട്ട് സപ്പോർട്ടായിട്ട് കാണിക്കുന്നത്. അങ്ങനെ വളരെ ആകാംക്ഷാഭരിതമായ ചില നിമിഷങ്ങളും കാര്യങ്ങളും വയമ്പൻ ടിസ്റ്റോടു കൂടിയാണ് പവിത്രം രണ്ടാം ആ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇനി അതുപോലെ തന്നെ നാട്ടിൽ മാഷ് കമലയും അവർ ഹോസ്പിറ്റലിലാവുന്നുണ്ട്. കമലയ്ക്ക് തീരെ സുഖമില്ല, അതായത് വിക്രത്തിൻ്റെ അമ്മ അങ്ങനെ വെൻറ്റിലേറ്ററിലേക്ക് ആവുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എല്ലാവരെയും അറിയിക്കാനൊക്കെയാണ് മാഷിൻ്റെ അടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നത്. അങ്ങനെ മാഷാകെ വിഷമത്തിലായി, വിശുദ്ധയൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര നിലവിളിക്കുന്നതും സങ്കടവും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീജ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരെയും അറിയിച്ചോളാണ് പറയുന്നത്. അങ്ങനെ വെൻറ്റിലേറ്ററിൽ അങ്ങനെ മരിക്കുകയാണ് കമല. ആ ഒരു വിവരം വിക്രത്തെ അറിയിക്കും. വിക്രം തന്നെ നേരിട്ട് വന്ന് ആ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വളരെ വികാരനിർഭരമായ രംഗങ്ങളൊക്കെയാണ്. കാരണം വിക്രം ചടങ്ങ് നടത്തുകയും അച്ഛനും മകനുമായിട്ടുള്ള ആ ഒരു കരച്ചിലും സങ്കടവും ആകെ കുടുംബ പ്രേക്ഷകരെ എല്ലാം ഒരേ രീതിയിൽ വിഷമിപ്പിക്കുന്ന രംഗങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അവിടെയാണെങ്കിൽ വേദയെ കൊല്ലുവാനായിട്ട് ശ്രീകാന്ത് കാളിനെ അവിടെ പല രീതിയിൽ ആ ഹോസ്പിറ്റലിലെത്തിയും വേദ ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വേദയുടെ പ്രസവിക്കുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പെൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അപ്പോൾ ആ ഈ ഒരു സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള അവിടുത്തെ ACPയുടെ ഭാര്യയായ രാധിക, ആ കുട്ടിയും ഇത് കുറച്ച് കോംപ്ലിക്കേഷൻ കേസാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് ആ ഒരു ഡെലിവറി ടൈം കാണിക്കുന്നത്. ആ ഒരു സമയത്തേക്ക് രണ്ടുപേരും പക്ഷേ അവരുടെ എന്തൊക്കെയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിന് ആ ഡോക്ടർക്ക് അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ രാധിക മരണപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വേദയും പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ വേദയുടെ കുഞ്ഞിനെയും വേദയും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകാന്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഒരുപാട് ഗുണ്ടാ സംഘത്തെയൊക്കെ ഏർപ്പാട് ചെയ്ത് അവിടേക്ക് വിട്ടിരിക്കുന്നത്. ആ ഒരു വിവരം വേദയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ വേദയും തീർക്കണം. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അവിടെ പലപ്പോഴായിട്ട് ചെല്ലുകയും അങ്ങനെ വേദയുടെ പേര് ഹോസ്പിറ്റലിൽ തന്നെ മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വേദയുടെ കുഞ്ഞ് ഒരു അപായ ഭീഷണി തന്നെയാണ്. കാരണം കുഞ്ഞിനെ വല്ലവരും കൊല്ലുമോ എന്നുള്ളൊരു പേടിയില്ല. അപ്പോൾ അതുപോലെ തന്നെ വേദയുടെ കുഞ്ഞിനെ ആ ഒരു സേതുലക്ഷ്മി ഏറ്റെടുക്കുകയാണ്. സേതുലക്ഷ്മി തൻ്റെ സ്വന്തം കൊച്ചുമകളെ പോലെ ആ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്ന രംഗങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ തരണി ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടുണ്ടോ? കാരണം ആ ഒരു പ്രസവമുറിയിൽ വെച്ചിട്ട് തന്നെയാണ് രാധിക മരണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ചില നിർണായകമായ അങ്ങനെ കമലയുടെ മരണവും വേദയുടെ കുഞ്ഞിൻ്റെ ജനനവും അതുപോലെ തന്നെ ആ ഒരു മറ്റേ രാധിക എന്ന് പറയുന്ന കുട്ടിയുടെ മരണവും ഒക്കെ ആകെയായിട്ട് ഒരു ടെൻഷൻ നിറയുന്ന കുറേ രംഗങ്ങളൊക്കെയാണ്. വളരെ ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന പ്രേക്ഷകരെ വളരെയധികം മനസ്സിലാക്കുന്ന രംഗങ്ങളൊക്കെയാണ് നമുക്ക് പവിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പവിത്രം മിസ് ചെയ്യരുത്, ഉറപ്പായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരു കുഞ്ഞു ചാനലാണ്. ഇതുപോലെ പുതിയ പുതിയ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ആ ഒരു പ്രൊമോയിൽ തന്നെ അറിയാവുന്നതാണ്. ഓക്കെ.